ദൈവമില്ല, അള്ളാഹുവില്ല, കൃഷ്ണനില്ല, രാമനില്ല, ഈ പറയുന്ന യേശുവില്ല, ആരുമില്ല. ചില അമ്പലങ്ങളിൽ, അതായത് അന്യമതസ്ഥർക്ക് കയറാൻ അനുമതിയുള്ള ചില അമ്പലങ്ങളിൽ പുറത്താണ്, ഓക്കെ, ഞാൻ പോയിരിക്കും. അവിടെ ഒരു കാറ്റ് വരുമ്പോൾ എന്തൊരു സമാധാനം ഉള്ളതാണ് പറയുന്നത്. പിന്നെ ഞാൻ ഉംറ ചെയ്തിട്ടുണ്ട്, ഞാൻ മദീന പള്ളിക്ക് പോയിട്ടുണ്ട്, ഓക്കെ. അപ്പോൾ ഞാൻ മുമ്പ് സൗദി അറേബ്യയിലായിരുന്നു. ഞാൻ മദീന പള്ളിക്ക് പോയിട്ട് അവിടെ ഒരു കാറ്റ് വരും. രാവിലെ ഈ ഒരു സുബഹി നിസ്കരിക്കുന്ന ഒരു സമയത്ത് ഒരു കാറ്റ് വരും, വല്ലാത്തൊരു സുഖം. ആ ഒരു കാറ്റിൽ തന്നെ നമുക്കൊരു കാര്യം ഉറപ്പുണ്ട്, ദൈവമുണ്ട് എന്ന്. നേരെ മറിച്ചിട്ട് ക്രിസ്ത്യൻ ചർച്ചിലും ഇത് തന്നെയാണ് അവസ്ഥ. ദൈവമില്ല, അള്ളാഹുവില്ല, കൃഷ്ണനില്ല, രാമനില്ല, ഈ പറയുന്ന യേശുവില്ല, ആരുമില്ല. ഈ പ്രപഞ്ചം എങ്ങനെയോ ഉണ്ടായതെന്നാണ് ചില കോളേജ് വിദ്യാർത്ഥികൾ പറയുന്നത്. അതായത് പെൺകുട്ടികളാണ് പറയുന്നത്. അവർ പറയുന്ന ഭാഗം ഞാൻ വെച്ചു തരാം. പൊന്നു പ്രേക്ഷകരോട് ഒരു കാര്യം പറയാം, എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് സുഖിക്കാനുള്ള വീഡിയോ അല്ല. ഒരിത്തിരി പോലും ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. ചിലരൊക്കെ ഇപ്പം തന്നെ സ്കിപ്പ് അടിച്ചിട്ടുണ്ടാവും. ഒരു കാര്യം പറയാം, ഈ വീഡിയോ മൊത്തത്തിൽ നിങ്ങൾ ഓരോരുത്തരും കാണണം പൊന്നു പ്രേക്ഷകരെ. നമ്മുടെ ഇന്ത്യ എന്ന ഈ ഒരു മഹാരാജ്യത്തെയും ഈ കേരളത്തെയും നാളെ ഭരിക്കാൻ പോകുന്ന കുട്ടികളാണ് നിലവിൽ പറയുന്നത് ദൈവം ഇല്ല എന്ന്. എന്തായി തീരും അവസ്ഥ? നമ്മൾ ഒരു കാര്യം പറയാം, നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും ഹിന്ദു ആണെങ്കിലും നമ്മൾ ഓരോരുത്തരും ഏതെങ്കിലും ഒരു മതത്തിൽ, ഏതെങ്കിലും ഒരു ദൈവത്തിൽ വിശ്വസിക്കേണ്ടത് നമ്മളെ ഓരോരുത്തരുടെ കടമയാണ്. ഒരു കുഞ്ഞ് എക്സാമ്പിളും കൂടി പറഞ്ഞിട്ട് ആ ഒരു പെൺകുട്ടികൾ പറയുന്ന കാര്യം ഞാൻ വെച്ചു തരാം. പൊന്നു പ്രേക്ഷകരെ, ദൈവത്തിൽ വിശ്വാസമില്ല എന്ന് ലോകം മൊത്തത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ കേരളം മൊത്തത്തിൽ ദൈവമില്ല എന്ന് അങ്ങനെ വിചാരിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നടു റോട്ടിൽ പീഡനം നടക്കത്തില്ലേ? ഇവിടുത്തെ നിയമത്തെ ആരും പേടിക്കുന്നില്ല. നോക്കൂ നിങ്ങൾ, നടു റോട്ടിൽ എന്തൊക്കെ പ്രശ്നം നടക്കും. ഇപ്പോ നമ്മുടെ നിയമത്തെ ഞാൻ ചോദ്യം ചെയ്യുന്നതല്ല. ഒരു കാര്യം പറയാം, ഏറ്റവും കൂടുതൽ ജനങ്ങൾ പേടിക്കുന്നത് ഇവിടുത്തെ നിയമത്തെയല്ല, ദൈവത്തെയാണ്. അതായത് ദൈവം, നമ്മൾ നാളെ മരിച്ചു കഴിഞ്ഞാൽ ദൈവം ചോദിക്കുമല്ലോ, ഞാൻ എൻ്റെ സ്വന്തം ഭാര്യയെ ചതിച്ച് വേറൊരു പെണ്ണുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ നാളെ ദൈവം എന്നോട് ചോദിക്കുമല്ലോ, അല്ലെങ്കിൽ ഞാൻ അന്യന്റെ എന്തെങ്കിലും ഒന്ന് കട്ട് കഴിഞ്ഞാൽ നാളെ ദൈവം എന്നോട് ചോദിക്കുമല്ലോ. അങ്ങനെ ഒരു പേടി ചിലർക്കെങ്കിലും ഉണ്ട്, ഓക്കെ, നിലവിൽ. എന്നാൽ നിലവിലെ ജൻസി പിള്ളേര് പറയുന്നത് ദൈവം എന്ന് പറയുന്ന സാധനം ഇല്ലേ ഇല്ല എന്നാണ്. പൊന്നുപ്രേക്ഷകരെ, ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ദൈവ വിശ്വാസികളാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, അറിയാൻ വേണ്ടിയിട്ടാണ്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഓക്കെ. അതായത് ഇന്നത്തെ ഈ വീഡിയോ, അതായത് ഈ ജൻസി പിള്ളേർക്കെതിരെ നിങ്ങൾ ഓരോരുത്തരും ഒരു കമന്റ് ചെയ്യണം, ഓക്കെ. നിങ്ങൾ എന്തുകൊണ്ടാണ് ദൈവത്തിൽ വിശ്വസിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്തായാലും ജൻസി പിള്ളേര്, പെൺകുട്ടികൾ ദൈവത്തിൽ വിശ്വാസമില്ല എന്ന് പറയുന്ന ഭാഗം കേൾക്കാം, ഓക്കെ. ദൈവമായിട്ട് ബന്ധപ്പെട്ട് പലപ്പോഴും ഒരുപാട് ചർച്ചകൾ നടക്കാറുണ്ട്. ദൈവം ഉണ്ട് എന്ന് വാദിക്കുന്നവരും ഇല്ല എന്ന് വാദിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായത്തിൽ ശരിക്കും ദൈവം ഉണ്ടോ? ഇപ്പൊ മഴ പെയ്തത് ദൈവമാണെന്ന് കുറെ ആൾക്കാർ വിശ്വസിക്കുന്നു, കുറെ ആൾക്കാർ അങ്ങനൊന്നും ഇല്ല. സയൻസ് ദൈവത്തെ തെളിയിച്ചിട്ടില്ല. ശരിക്കും നിങ്ങള് ഈ മഴയൊക്കെ എങ്ങനെയാ ദൈവം പെയ്യിപ്പിക്കുന്നെന്ന് പറയാൻ പറ്റുന്നത്? പറ്റൂല അല്ലെ? ഇത് മറ്റേ വെള്ളം വേപ്പറൈസ് ചെയ്ത് മുകളിലേക്ക് പോയിട്ടുണ്ടാവുന്നതല്ലേ മഴ. അതായത് വെള്ളം വേപ്പറൈസ് ചെയ്ത് മേലോട്ട് പോകുന്നത് കൊണ്ട് അങ്ങനെയാണ് നമുക്ക് മനസ്സിലായതുകൊണ്ട് ദൈവമില്ല. ഓക്കെ പൊന്നു പ്രേക്ഷകരെ, ഇവർ പറയുന്ന ബാക്കി ഞാൻ വെച്ചു തരാം. ഒരു കാര്യം പറയാം, അതായത് ഇവരെന്തുകൊണ്ടാണ് ഇങ്ങനെ ചിന്തിക്കുന്നത്, ദൈവമില്ല എന്ന് നമ്മുടെ പിള്ളേരെ ചിന്തിക്കാനുള്ള പ്രത്യേക കാരണം ഞാൻ പറയാം. എല്ലാ മതത്തിലും, ഓക്കെ, കൂടുതലായിട്ടും എന്നെ നിങ്ങൾ ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല, കൂടുതലായിട്ടും മുസ്ലിംസിലും ഹിന്ദുവിലും നമ്മൾ കണ്ടുവരുന്നതാണ് കുറേ, അതായത് ഈ പറയുന്ന സ്വാമിമാരെ വേഷത്തിലും ഉസ്താദന്മാരെ വേഷത്തിലും ചില വ്യാജ ഉസ്താദന്മാരും ചില വ്യാജ സ്വാമിമാരും രംഗത്ത് വന്നിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് അതായത് 10 സെന്റ് സ്ഥലം വേണമെങ്കിൽ അതായത് ഈ പറയുന്ന പൂജ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഈ പറയുന്ന ദിക്ർ ഓതിയാൽ മതി എന്ന് വെറുതെ പൈസക്ക് വേണ്ടിയിട്ട് നമ്മുടെ സ്ത്രീകളെ അവരങ്ങ് കയ്യിലാക്കുകയാണ്. ഞാനൊരു കാര്യം പറയാം, ചില നല്ല സ്വാമിമാരുമുണ്ട്, നല്ല ഉസ്താദന്മാരുമുണ്ട്. എന്നാലും ഒരു കാര്യം പറയാം, ചില വൃത്തികെട്ടവന്മാർ വെറുതെ പറയുകയാണ്, അതായത് ഹസ്ബൻഡ് ചെലവിന് കൊടുക്കുന്നില്ലെങ്കിൽ നീ എൻ്റെ അടുത്തേക്ക് വാന്ന് പറഞ്ഞിട്ട് 4 മുട്ട മറ്റത് മറിച്ചതൊക്കെ കൊടുത്തിട്ട് 10,000 20,000 രൂപയും മേടിക്കുകയാണ്. എൻ്റെ പൊന്നു സ്ത്രീകളെ, ഒരു കാര്യം പറയാം, നിങ്ങൾ പോവണ്ട. അതൊക്കെ കണ്ടിട്ടാണ് ഇവര് ദൈവം ഇല്ല എന്ന് പറയുന്നത്. അതായത് ആരെങ്കിലും പറഞ്ഞു പോവും. ഇപ്പൊ ഒരു സ്വാമിയുടെ അടുത്ത് അല്ലെങ്കിൽ ഒരു ഉസ്താദിന്റെ അടുത്ത് നമ്മൾ 10-25,000 രൂപ ചെലവഴിച്ചിട്ട് നമ്മുടെ ഭർത്താവിനെ അല്ലെങ്കിൽ ഭാര്യയെ ശരിയാക്കാൻ നമ്മൾ പോകുന്നുണ്ട്. 25,000 രൂപ നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുന്നതല്ലാതെ
നമ്മുടെ ഭാര്യ ശരിയാവുന്നുണ്ടോ, നമ്മുടെ ഭർത്താവിന് എന്തെങ്കിലും ഒരു ജോലി കിട്ടുന്നുണ്ടോ, നമുക്ക് എന്തെങ്കിലും ഒരു സമാധാനം കിട്ടുന്നുണ്ടോ? അപ്പോൾ ഇങ്ങനെയുള്ള പിള്ളേർ വിചാരിക്കും ഇത് പച്ചക്കളവ് എന്ന്. ഇങ്ങനെയുള്ള പിള്ളേർ വിചാരിക്കും. പിള്ളേരോട് ഒരു കാര്യം പറയാം, ദൈവമുണ്ട്, ദൈവമെന്ന മഹാശക്തി ഉണ്ട്, നിങ്ങൾ ഓരോരുത്തരും അത് വിശ്വസിക്കണം. ഓക്കെ പൊന്നു പ്രേക്ഷകരെ, നമുക്ക് ഈ കുട്ടികൾ പറയുന്ന ബാക്കി കേൾക്കാം. ഇപ്പൊ പറഞ്ഞല്ലോ സയൻസ് ദൈവത്തെ തെളിയിച്ചിട്ടില്ല. ശരിക്കും എങ്ങനെയായിരിക്കും ശരിക്കും സയൻസ് ദൈവത്തെ തെളിയിക്കേണ്ടത്? ലാബിൽ ഇങ്ങനെ ദൈവം ഇങ്ങനെ ഹെൻസ് പ്രൂവ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. പിന്നെ എങ്ങനെ, അതായത് ലിറ്റ്മസ് ടെസ്റ്റിൽ ഇങ്ങനെ നോക്കുമ്പോൾ ദൈവം ഒരു വിശ്വാസല്ലേ? അല്ല, സയൻസിലൂടെ എങ്ങനെയായിരിക്കും ദൈവത്തെ തെളിയിക്കേണ്ടി വരിക? അല്ല, ഞാൻ ചോദിക്കുന്നത് എന്താ അറിയോ, വളരെ ഇപ്പൊ നമുക്ക് സയൻസിന്റെ കുറെ ടൂൾസ് ഉണ്ട്. മൈക്രോസ്കോപ്പ് ഉണ്ട്, ടെലസ്കോപ്പ് ഉണ്ട്. ഇപ്പൊ മൈക്രോസ്കോപ്പിലൂടെ നോക്കിയാൽ ദൈവത്തെ കാണണം. അങ്ങനെയൊന്നും അല്ല. പിന്നെ എങ്ങനെയാ ദൈവത്തിന്റെ ഡെഫിനിഷൻ എന്താണ്? ആദ്യം ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ദൈവം ഉണ്ടെന്ന് സയൻസ് തെളിയിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. ആ ദൈവത്തിന്റെ ഡെഫിനിഷൻ എന്താണ്? എന്തിനാണ് സയൻസ് തെളിയിക്കാത്തത്? അല്ലെങ്കിൽ എന്താണ്? രണ്ട് കാര്യമുണ്ട്. ഒന്ന് എന്താണ് സയൻസ്, ഒന്ന് എന്താണ് ഈ പറഞ്ഞ ദൈവം. ആ ഡെഫിനിഷൻ ഒരു ഡെഫിനിഷൻ കിട്ടി, പടച്ചവൻ. അപ്പൊ ആ പടച്ചവനാണ് നമ്മൾ ശരിക്കും ദൈവം എന്ന് പറയുന്നത്. എന്തെങ്കിലുമൊക്കെ ആവശ്യം വരുമ്പോ മൂപ്പരല്ലേ വിളിക്കുക. അങ്ങനെ എന്ന് വെച്ചാൽ എല്ലാത്തിനും സൃഷ്ടിച്ചൊരു പടച്ചവനുണ്ട്. നിങ്ങളിപ്പോ വിളിച്ചു പോയ ആ പടച്ചവനുണ്ടല്ലോ, ആ പടച്ചവനെ കുറിച്ചാണ് നമ്മൾ ശരിക്കും ദൈവം എന്ന് പറയുന്നത്. ആ ദൈവത്തിന്റെ ഒരു ബേസിക് ക്യാരക്ടറിസ്റ്റിക് ആയിട്ട് പ്രധാനമായിട്ട് പറയുന്നത് വെച്ചാൽ ആ ദൈവം പ്രപഞ്ചത്തിന് പുറത്താണ്. ഇല്ല, നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ട്. അപ്പൊ നേരത്തെ വിളിച്ച പടച്ചവനോ? അത് കൾച്ചറൽ ആയിക്കോട്ടെ, പടച്ചവനെ വിളിച്ചത്. അപ്പൊ പിന്നെ ഇല്ല എന്ന് നിങ്ങൾക്ക് എങ്ങനെ ഉറപ്പ് കിട്ടിയത്? ഈ പ്രാർത്ഥിച്ചാൽ നടത്തി തരാമെന്ന് ദൈവം എവിടെയെങ്കിലും പറഞ്ഞിട്ടില്ല. അങ്ങനെയല്ല. പിന്നെ അതെന്താ പറയുക, പ്രശ്നം എന്താ അറിയോ? നിങ്ങൾ ദൈവം എന്ന് പറയുമ്പോൾ നിങ്ങളെ മനസ്സിൽ വരുന്നത് വെച്ചാൽ ഈ ബാലരമയിലും ബാലമംഗളത്തിലൊക്കെ വിളിച്ച കുട്ടിച്ചാക എന്ന് പറയുമ്പോൾ അപ്പൊ തന്നെ വരുന്ന അങ്ങനെ ഒരു ദൈവത്തിനെ കുറിച്ച് മതം പോലും പറയുന്നില്ല. ഓക്കെ, ഞാൻ ഈ കുട്ടികളോട്, ഈ പെൺകുട്ടികളോട് ഒരു കാര്യം പറയാം. ദൈവം ഉണ്ട് എന്ന് തെളിയിക്കണമല്ലോ. ദൈവം ഉണ്ട് എന്ന് നമുക്ക് തെളിയിക്കാം. ഒരു കാര്യം ആദ്യം തന്നെ പറയാം പൊന്നു പ്രേക്ഷകരെ. അതായത് ഞാൻ പേഴ്സണലി വിചാരിക്കുന്നത്, ഇപ്പോൾ നമ്മൾ ക്രിസ്ത്യൻസിലായാലും ഇസ്ലാമിലായാലും ഹിന്ദുവിലായാലും നമ്മളൊക്കെ വിശ്വസിക്കുന്നത് ഒരൊറ്റ ദൈവത്തിലാണ്. നമ്മൾ ആ ഒരു ദൈവത്തെ നമ്മൾ വിവിധ പേരിൽ രാമനെന്നും അല്ലെങ്കിൽ കൃഷ്ണനെന്നും യേശുവെന്നും അള്ളാഹുവെന്നും ഒരുപക്ഷെ നമ്മൾ അങ്ങനെ വ്യത്യസ്ത പേരിലാണ് നമ്മൾ വിളിക്കുന്നത് എന്നാണ് ഞാൻ ഈ ഒരു കോണ്ടന്റ് ചർച്ച ചെയ്യുമ്പോൾ ഞാൻ അങ്ങനെയാണ് വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ദൈവമുണ്ട് എന്ന് തെളിയിക്കണമല്ലോ. നിങ്ങൾ നിങ്ങളൊരു ഇസ്ലാം മത വിശ്വാസികളാണെങ്കിൽ ഏതെങ്കിലും വലിയൊരു പള്ളിയിൽ പോയിട്ട് നിങ്ങൾക്ക് വലിയ എന്തെങ്കിലും ഒരു കടമുണ്ട്, അല്ലെങ്കിൽ വലിയ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട്, നിങ്ങൾക്ക് ഈ ലോകത്തിൽ നിന്ന് എന്നേക്കുമായിട്ട് വിട പറയണം, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യണം, അങ്ങനെ ഒരു ചിന്ത വരുമ്പോൾ പൊന്നു പ്രേക്ഷകരെ, നിങ്ങൾ അടുത്തിട്ട് ഏതെങ്കിലും ഒരു വലിയൊരു പള്ളിയോ അല്ലെങ്കിൽ വലിയൊരു ക്രിസ്ത്യൻ പള്ളിയോ അല്ലെങ്കിൽ ഏതെങ്കിലും വലിയൊരു ഹൈന്ദവർ വിശ്വസിക്കുന്ന അമ്പലത്തിൽ പോയിട്ട് ഒരു 5 മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കൊരു സുഖം, അവിടുത്തെ ഒരു കാറ്റ് കൊള്ളുമ്പോൾ നമ്മുടെ മനസ്സ് ക്ലിയർ ആവുന്നില്ലേ? നിങ്ങൾ ഓരോരുത്തരും പറയണം. ഇതിപ്പോ എല്ലാ മതത്തിലുമുണ്ട് പൊന്നു പ്രേക്ഷകരെ. അതായത് സത്യസന്ധമായിട്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പോ ഞാനൊരു മുസ്ലിമാണ്. ഓക്കെ, ഞാനൊരു കാര്യം പറയാം. ഞാൻ എൻ്റെ ഹൈന്ദവ സുഹൃത്തുക്കൾക്കൊപ്പം ചില അമ്പലങ്ങളിൽ, അതായത് അന്യമതസ്ഥർക്ക് കയറാൻ അനുമതിയുള്ള ചില അമ്പലങ്ങളിൽ പുറത്താണ് ഓക്കെ ഞാൻ പോയിരിക്കും. അവിടെ ഒരു കാറ്റ് വരുമ്പോൾ എന്തൊരു സമാധാനം ഉള്ളതാണ് പറയുന്നത്. പിന്നെ ഞാൻ ഉംറ ചെയ്തിട്ടുണ്ട്, ഞാൻ മദീന പള്ളിക്ക് പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ മുമ്പ് സൗദി അറേബ്യയിലായിരുന്നു. ഞാൻ മദീന പള്ളിക്ക് പോയിട്ട് അവിടെ ഒരു കാറ്റ് വരും. രാവിലെ ഈ ഒരു സുബഹി നിസ്കരിക്കുന്ന ഒരു സമയത്ത് ഒരു കാറ്റ് വരും, വല്ലാത്തൊരു സുഖം. ആ ഒരു കാറ്റിൽ തന്നെ നമുക്കൊരു കാര്യം ഉറപ്പുണ്ട്, ദൈവമുണ്ട് എന്ന്. നേരെ മറിച്ചിട്ട് ക്രിസ്ത്യൻ ചർച്ചിലും ഇത് തന്നെയാണ് അവസ്ഥ അല്ലേ? അതായത് നമ്മൾ അവിടെ പോയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്തൊരു സമാധാനം കിട്ടുന്നുണ്ട്. അതിൽ നിന്ന് തന്നെ നമുക്കറിയാം ദൈവമുണ്ട്. ഞാനൊരു കാര്യം പറയാം, നമ്മൾ വിശ്വസിക്കുന്ന ക്രിസ്ത്യൻസിലായാലും ഹിന്ദുവിലായാലും മുസ്ലിംസിലായാലും പൊന്നു പ്രേക്ഷകരെ, സത്യം ഉണ്ട്. അത് 100% ശരിയാണ്. നമ്മൾ എന്തില്ലെങ്കിലും ഇപ്പോൾ കർത്താവേ എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കും, അത് ദൈവത്തിലേക്കാണ് എത്തുന്നത്. സ്വാമിയെ എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിലേക്കാണ് എത്തുന്നത്. അള്ളാഹുവെ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത് ദൈവത്തിലേക്കാണ് എത്തുന്നത്. അതുകൊണ്ട് ദൈവം നമ്മളെ 3 വിശ്വാസത്തെയും ദൈവം അംഗീകരിച്ചു എന്നതിൻ്റെ തെളിവാണിത്. ഒരു കാര്യം പറയാം, ഇപ്പോ ചില പള്ളിയിലച്ചന്മാര് പറഞ്ഞത് അതേപടിയാവുന്നില്ലേ? ചില പള്ളിയിലച്ചന്മാർ വന്നിട്ട് പറയുന്നുണ്ട് നിന്റെ വീട്ടിൽ ഇന്ന പ്രശ്നങ്ങളുണ്ട്. അവര് പറഞ്ഞിട്ട് അവരെന്തെങ്കിലും, അതായത് ഇപ്പോൾ ബൈബിളിൽ ഇന്ന എന്തെങ്കിലും, ഇപ്പോൾ ഞങ്ങൾക്ക് ബൈബിള് കൂടുതൽ അറിയാത്തത് കൊണ്ട് മുസ്ലിംസിനെ ഞാൻ എക്സാമ്പിൾ പറയാം. ചില തങ്ങന്മാര് വന്ന് പറയലുണ്ട്, അതായത് ഈ വീട്ടിൽ ഇന്ന പ്രശ്നങ്ങളുണ്ട്,
നിങ്ങൾ പരിശുദ്ധ ഖുർആന് ഇന്നത് ഓതിയാൽ ശരിയാവുന്നുണ്ട്. നേരെ മറിച്ചിട്ട് ഈ പറയുന്ന വലിയ വലിയ സ്വാമിമാർ വന്ന് പറഞ്ഞാലും ശരിയാവുന്നുണ്ട്. ഒരു എക്സാമ്പിൾ പറയാം, എൻ്റെ അനുഭവത്തിലാണ്. ഇപ്പോൾ പാമ്പിനെ നമ്മൾ കൊന്നു കഴിഞ്ഞാൽ അത് വലിയ ശാപം വെക്കും പാമ്പൊക്കെ. ആ ശാപം മാറണമെങ്കിൽ സുബ്രഹ്മണ്യ എന്ന് പറയുന്ന, അതായത് കർണാടകയിൽ സുബ്രഹ്മണ്യ എന്ന് പറയുന്ന ഹിന്ദുക്കൾ വിശ്വസിക്കുന്ന വലിയൊരു അമ്പലമുണ്ട്. ആ അമ്പലത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അതിന്റെ ശാപം ഇല്ലാതാവും. ഓക്കെ, അത് ഉള്ളതാണ്. ആ അമ്പലത്തിലേക്ക് പോയിട്ട് നമ്മൾ അവിടെ ആ സ്വാമിമാർ പറയുന്നത് ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു പാമ്പിന്റെ ശാപം നമ്മളിൽ നിന്ന് പോകുന്നുണ്ട്. അത് സത്യസന്ധമായിട്ടുള്ളതാണ്. അങ്ങനെ തന്നെയല്ലേ ഇപ്പൊ ഏതെങ്കിലും വലിയൊരു ഉള്ളാള മസ്ജിദ് ഇങ്ങനെയുള്ള വലിയ വലിയ പള്ളികളിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നം ശരിയാവുന്നുണ്ട്. അതുപോലെയല്ലേ പൊന്നു പ്രേക്ഷകരെ ഈ പറയുന്ന ക്രിസ്ത്യാനികളുടെ ഏതെങ്കിലും അറിയപ്പെടുന്ന വലിയൊരു ചർച്ചിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നം ശരിയാവുന്നുണ്ട്. അപ്പോ നമ്മുടെ ഈ മതങ്ങളെ എല്ലാം ദൈവം അംഗീകരിച്ചു എന്നേ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അതുകൊണ്ട് പൊന്നു പ്രേക്ഷകരോടും പൊന്നാര കുട്ടികളോടും പറയുകയാണ്, ദൈവമുണ്ട്, ദൈവമില്ല എന്ന് പറഞ്ഞ് അഹങ്കരിക്കേണ്ട. ഉറപ്പായിട്ടും പണി കിട്ടും. നമ്മൾ എല്ലാവരും മരിക്കാനുള്ളവരാണ്. ഓക്കെ, ഈ പ്രപഞ്ചത്തിൽ നമ്മൾ ഇന്ന് കണ്ട ഈ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്ത് തീർക്കുമോ എന്ന് എനിക്കറിയത്തില്ല പൊന്നു പ്രേക്ഷകരെ. ഓക്കെ, അതായത് സഫാരിയുടെ സന്തോഷ് ജോർജ് ദൈവമില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. നമുക്ക് എന്തായാലും അദ്ദേഹം പറയുന്നത് കേട്ടിട്ട് അതിനുള്ള മറുപടി കൊടുക്കാം. ഓക്കെ ഇല്ലേ, ഇത് പിന്നെ ദൈവം എന്ന് പറയുന്നത് വ്യക്തിപരമായ ഒരു ആശയമാണ്. മനസ്സിലായില്ലേ? ഇപ്പം എല്ലാ മനുഷ്യർക്കും കാരണങ്ങൾ വേണം എല്ലാത്തിനും, ഇല്ലേ? ഇതെന്തിന് എനിക്ക് സംഭവിച്ചു എന്നൊരു ചോദ്യം എപ്പോഴും എല്ലാ മനുഷ്യനും നമുക്ക്, അല്ലേ? ഇപ്പം നമുക്കൊരു അപകടം ഉണ്ടാകുമ്പോൾ നമ്മൾ ചോദിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കൾ സുഹൃത്തുക്കളൊക്കെ ചോദിക്കും, അയാൾക്ക് എന്നാലും ഇങ്ങനെ വരാൻ കാര്യം എന്താ, അല്ലേ? ഇപ്പോൾ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായ ഓക്കെ പൊന്നു പ്രേക്ഷകർ, നമുക്കിനി ഒരു വശം കൂടി ചർച്ച ചെയ്തിട്ട് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. അതായത് ദൈവം ഇല്ല എന്ന് വിശ്വസിച്ചാൽ എന്താണ് ഗുണം? അതായത് ഈ പ്രപഞ്ചത്തിൽ ഒരു ദൈവവും ഇല്ല എന്ന് വിശ്വസിച്ചാൽ നമ്മുടെ കേരളത്തിനും ഇന്ത്യ രാജ്യത്തിനും ലോകത്തിനും എന്താണ് ഗുണം കിട്ടുക എന്ന് പറഞ്ഞിട്ട് നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. അതായത് വർഗീയത എന്നേക്കുമായിട്ടില്ലാതാവും. ഇവിടെ നിലവിൽ തമ്മിൽ തല്ലുന്നു, ഹിന്ദു മുസൽമാൻ ക്രിസ്ത്യൻ എന്ന് പറഞ്ഞിട്ട് ഒരു വിഭാഗം തമ്മിൽ തല്ലുന്നു. അപ്പോൾ മൊത്തത്തിൽ കേരളത്തിൽ ഒരു 80% വരുന്ന ജനങ്ങൾ ദൈവമില്ല എന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ വർഗീയത ഇല്ലാതാവും. ഓക്കെ, അത് വലിയൊരു ഗുണമാണ്. ദൈവത്തിൽ നിന്ന് വിശ്വസിച്ചിട്ടില്ലെങ്കിൽ ഈ ദുനിയാവിൽ കിട്ടുന്ന ഗുണം, ഓക്കെ, അത് അത്രയോ ഞാൻ പറയുന്നുള്ളൂ. വർഗീയത എന്നേക്കുമായിട്ടില്ലാതാവും. ഹിന്ദു മുസൽമാൻ, നീ ഹിന്ദു അല്ലേ, നീ മുസൽമാൻ അല്ലടാ, നീ ക്രിസ്ത്യൻ അല്ലേ, നീ പോയിട്ട് പണി നോക്ക്. അപ്പോ വർഗീയതയിൽ നിന്ന് നമുക്ക് മോചനം തേടാമെന്നാണ് എന്റെ പേഴ്സണൽ അഭിപ്രായം. ജെൻസി പിള്ളേരോട് ഒരു കാര്യം കൂടി പറയാം, നിങ്ങൾക്ക് പേഴ്സണലി ദൈവത്തിൽ വിശ്വാസമില്ലെങ്കിൽ പൊന്നുമക്കളെ നിങ്ങൾ പബ്ലിക്കിന് മുമ്പിൽ പറയണ്ട. നിങ്ങളുടെ മനസ്സിൽ വെച്ചിട്ട് നിങ്ങൾ പേഴ്സണലി ദൈവത്തിൽ വിശ്വാസമുള്ളതുപോലെ അഭിനയിക്കൂ എന്ന് പറയാം. കാരണം ദൈവത്തിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പെൺകുട്ടികളും കുറേ പ്രേക്ഷകരും അത് ഇല്ലെന്ന് തന്നെ വിചാരിക്കും. അത് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നത്തിലേക്ക് പോവും. നമ്മുടെ കേരളത്തിൽ നിന്നല്ല, ഈ ലോകത്തിന് തന്നെ ബാധിക്കും. ദൈവത്തിൽ വിശ്വാസമില്ലെങ്കിൽ എന്തും ചെയ്യാനുള്ള ഒരു ഉശിര് എല്ലാവർക്കും തോന്നും. കണ്ടവനെ തെറി വിളിക്കുക, എന്തൊക്കെയോ പ്രശ്നം നടക്കും. ഓക്കെ, അപ്പോൾ തൽക്കാലം വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോയുമായി ഉടൻ വരാം. ഓക്കെ, ബൈ.